റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പ്ലമത്ത് മലയാളി കൾച്ചറൽ കമ്മ്യൂണിറ്റി PMCCയുടെ 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. 2026 ജനുവരി 10 നടന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾക്കിടെയാണ് ഈ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തത്. താഴെ പറയുന്നവരായിരിക്കും ഇനി PMCCയെ നയിക്കുക: അലീന ഡെയ്സൺ, അഞ്ജലി N, ഫെബിൻ ജോസ്, ജിതിൻ പുന്നയ്ക്കപ്പള്ളിൽ, ശബരിനാഥ്, ഷജി സെബാസ്റ്റ്യൻ, ഷെറിൻ അലക്സ്, ഷിൻഡോ ഡേവിസ്, സിന്ധു വിജേഷ്, സുബിൻ സെബാസ്റ്റ്യൻ, വിവേക് രാംദാസ് എന്നിവർ. അസോസിയേഷൻ അംഗങ്ങളുടെ വർണ്ണാഭമായ കലാപരിപാടികൾക്കും തുടർന്നൊരുക്കിയ ഒരുമിച്ചുള്ള സ്നേഹവിരുന്നിനും ശേഷം അംഗങ്ങൾ പിരിയുകയായിരുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പാട്ടക്കാലാവധി ഉടമകൾ നൽകുന്ന ഗ്രൗണ്ട് വാടകയ്ക്ക് സർക്കാർ ഇന്ന് രാവിലെ ഒരു പരിധി പ്രഖ്യാപിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലേബറിന്റെ 2024 തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിയന്ത്രിതമല്ലാത്തതും താങ്ങാനാവാത്തതുമായ ഭൂമി വാടക നിരക്കുകൾ കൈകാര്യം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നിരുന്നാലും പെൻഷൻ ഫണ്ടുകളെ ഇത് ബാധിക്കുമെന്ന ആശങ്ക കാരണം സർക്കാരിന് അതിന്റെ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് സൂചനകളുണ്ടായി. പരിധി എവിടെ നിശ്ചയിക്കുമെന്ന് സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പ്രതിവർഷം $250 സാധ്യതയുണ്ടെന്ന് പ്രചാരകർ വിശ്വസിക്കുന്നു. ഈ വർഷം ആദ്യം മുൻ ഭവന സെക്രട്ടറി അഞ്ചല റെയ്നർ ഭൂമി വാടക സംബന്ധിച്ച പ്രകടന പത്രികയിലെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഏകദേശം 5 ദശലക്ഷം പാട്ടത്തിനെടുത്ത വീടുകളുണ്ട്. അവിടെ ഒരു ഫ്രീ ഹോൾഡറിൽ നിന്ന് പരിമിതമായ വർഷത്തേക്ക് പാട്ടത്തിനടുത്ത് ഒരു സ്വത്ത് കൈവശപ്പെടുത്താനുള്ള അവകാശം ആളുകൾക്ക് സ്വന്തമാണ്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റുകളുടെ സ്ഥിര കാലാവധി ലീസ് ഹോൾഡുകളാണ്. കൂടാതെ 2024 ഇംഗ്ലണ്ടിലെ ഫ്ളാറ്റ് വിൽപ്പനയുടെ 99% ലീസ് ഹോൾഡുകളാണെന്ന് ലാൻഡ് രജിസ്ട്രി കണക്കാക്കുകയും ചെയ്യുന്നു. 8 വർഷത്തിനിടെ ഒരു ബ്രിട്ടീഷ് നേതാവിന്റെ ബീജിംഗിലേക്കുള്ള ആദ്യ സന്ദർശനത്തിന് മുന്നോടിയായി യുഎസുമായോ ചൈനയുമായോ ഉള്ള ബന്ധങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ താൻ നിർബന്ധനാകില്ലെന്ന് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ പറഞ്ഞു. ബിസിനസ്, സുരക്ഷ, പ്രതിരോധം എന്നീ മേഖലകളിൽ യുഎസുമായി UK അടുത്ത ബന്ധം നിലനിർത്തുമെന്ന് സർ കെയർ സ്റ്റാർമർ പറഞ്ഞു. എന്നാൽ തല മണലിൽ കുത്തി ചൈനയെ അവഗണിക്കുന്നത് യുക്തിസഹമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള സന്ദർശനം ബ്രിട്ടീഷ് കമ്പനികൾക്ക് സുപ്രധാന അവസരങ്ങൾ കൊണ്ടുവരുമെന്ന് ബ്ലൂംബർഗ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഡസൻ കണക്കിന് UK ബിസിനസ് നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ലണ്ടനിൽ പുതിയൊരു ചൈനീസ് എംബസി സ്ഥാപിക്കുന്നതിനുള്ള വിവാദ പദ്ധതികൾക്ക് UK അംഗീകാരം നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ യാത്ര. ചൈനീസ് ചാരവൃത്തിക്കുള്ള താവളമായി ഇത് ഉപയോഗിക്കാമെന്ന് എതിരാളികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും വളരെ കാലം വൈകി തീരുമാനമെടുത്തു. എന്നെ പലപ്പോഴും രാജ്യങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കാൻ ക്ഷണിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, സർ കെയർ അഭിമുഖത്തിൽ പറഞ്ഞു. ഞാൻ US വ്യാപാര കരാർ ഉണ്ടാക്കിയപ്പോൾ USഉം യൂറോപ്പും തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ആ തീരുമാനം എടുക്കുന്നില്ല എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. US-മായി ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നു സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമൊപ്പം ഞങ്ങൾ ആ ബിസിനസ് നിലനിർത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനി നാട്ടിലെ വാർത്തകൾ. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനത്തിലിരുന്ന് മദ്യപിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് SI ബിനു, CPOമാരായ അരുൺ, രതീഷ്, അഖിൽ രാജ്, അരുൺ MS, മനോജ് കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. വാഹനത്തിലുണ്ടായിരുന്ന 6 പേരിൽ 4 ഉദ്യോഗസ്ഥരാണ് മദ്യപിച്ചതായി കണ്ടെത്തിയിരുന്നത്. എന്നാൽ 6 പേരെയും സസ്പെൻഡ് ചെയ്തു. മദ്യപിച്ച് വാഹനം ഓടിച്ച ഗ്രേഡ് SI ബിനുവിനെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും കേസെടുക്കും. പോലീസ് സ്റ്റേഷൻ സമീപം നിർത്തിയിട്ട വാഹനത്തിൽ പോലീസുകാർ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TVയാണ് പുറത്തുവിട്ടത്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിൽ വെച്ചായിരുന്നു ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ പരസ്യ മദ്യപാനം. കഴക്കൂട്ടത്തെ ഹോട്ടൽ ഉടമയുടെ മകളുടെ വിവാഹ സൽക്കാരത്തിന് മുന്നോടിയായിട്ടായിരുന്നു മദ്യപാനം. വാഹനം ഓടിക്കുന്ന CPO അടക്കമുള്ളവർ മദ്യപിക്കുന്നത് റിപ്പോർട്ടറിന് ലഭിച്ച ദൃശ്യത്തിൽ വ്യക്തമായിരുന്നു. മദ്യപിച്ച ശേഷം ഇതേ വാഹനത്തിലാണ് അവർ വിവാഹ സൽക്കാരത്തിനായി പോയത്. മദ്യപാനത്തിനും വിവാഹ സൽക്കാരത്തിനും ശേഷം വീണ്ടും അവർ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചുവെന്ന് വീഡിയോ പകർത്തിയ ദൃക്സാക്ഷി റിപ്പോർട്ടിനോട് പറഞ്ഞു. ട്രെയിൻ വൈകിയതിനെ തുടർന്ന് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥിനിക്ക് റെയിൽവേ 9.10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിലാണ് ഈ സംഭവം. ഗാന്ധിനഗർ പിക്കൌര ബക്ഷ് സ്വദേശിനിയായ സമൃദ്ധി സിംഗാണ് അഭിഭാഷകൻ മുഖേന കേസ് ഫയൽ ചെയ്തത്. 2018 മെയ് 7 കേസിനാസ്പദമായ സംഭവം നടന്നത്. ലക്നൌവിലെ ജയ് നാരായൺ PG കോളേജിൽ വെച്ച് നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനായാണ് ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. 190 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. ഉച്ചയ്ക്ക് 12:30 പരീക്ഷയ്ക്കുള്ള റിപ്പോർട്ടിംഗ് സമയം. എന്നാൽ ട്രെയിൻ ചാർബാഗ് സ്റ്റേഷനിൽ എത്തിയത് നിശ്ചയിച്ച സമയത്തേക്കാളും 2.5 മണിക്കൂർ വൈകി. ഇതോടെ വിദ്യാർത്ഥിനിക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുകയായിരുന്നു. ആ വർഷത്തെ കരിയറും തന്നെ നഷ്ടമായി എന്നും വിദ്യാർത്ഥി ചൂണ്ടിക്കാട്ടി. സംഭവത്തിലെ പ്രതികരണം ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രാലയം, സ്റ്റേഷൻ സൂപ്രണ്ട് എന്നിവർക്ക് നോട്ടീസ് അയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. തുടർന്നാണ് അതേ വർഷം സെപ്റ്റംബറിൽ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുന്നത്. 20 ലക്ഷമാണ് നഷ്ടപരിഹാരമായി പെൺകുട്ടി ആവശ്യപ്പെട്ടത്.
ഇനി സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്നുമായുള്ള കരാർ ദീർഘിപ്പിക്കുന്നതിനായി ജർമ്മൻ ക്ലബ് ബയൺ മ്യൂണിക് ചർച്ചകൾ ആരംഭിച്ചു. ഫ്രാങ്ക്ഫർട്ടിൽ നടന്ന ഒരു പരിപാടിക്കിടെ ബയൺ സ്പോർട്ടിംഗ് ഡയറക്ടർ മാക്സ് എബർലെയാണ് കെയ്നുമായി കരാർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 2023 ടീമിലെത്തിയ താരത്തിന് നിലവിൽ 2027 വരെയാണ് കരാറുള്ളത്. മ്യൂണിക്കിലെ ജീവിതവുമായും ക്ലബ്ബുമായും കെയ്നും കുടുംബവും പൂർണ്ണമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞുവെന്നും അതിനാൽ തന്നെ കരാർ പുതുക്കുന്ന കാര്യത്തിൽ തിടുക്കമില്ലെന്നുമാണ് ക്ലബ് സിഇഒ ജാൻ ക്രിസ്റ്റ്യൻ ഡ്രെസൻ വ്യക്തമാക്കുന്നത്. 125.69 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.